ഇത് ഉള്ളിൽ ട്രാപ്പായി. ഭയങ്കര വയറുവേദന കാരണം മരിക്കാൻ വരെ ഞാൻ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതാണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഈ ഒരു സാധനം. ഇതിൻ്റെ ഒരു കവർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. അറിയാത്തവരാണെങ്കിൽ ഞാൻ ഇത് പുറത്തെടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച്, അതായത് നമ്മുടെ മെൻസ്ട്രൽ കപ്പ്, അതിനെക്കുറിച്ചാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എന്താ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിത് 2 വർഷത്തോളമായി ഏകദേശം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം എന്താണ് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത്, ഒരുപാട് ആൾക്കാർ ഇപ്പം ഇതിനെക്കുറിച്ച് ചോദിച്ചു വരുന്നുണ്ട്. കാരണം ഞാൻ ഇതിന് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോ, യൂസ് ചെയ്തതിനെക്കുറിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഓർത്തു ഇങ്ങനെ ഓരോരാൾക്ക് ഇങ്ങനെ പറഞ്ഞ് കൊടുക്കേണ്ടതില്ല, എന്നൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുക, ചിലർക്കൊക്കെ യൂസ്ഫുൾ ആവും എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഇത് മേടിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാതെ കിടക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ എന്താ പറയുക, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മളിപ്പം ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ടാവും. കുറേ ഡോക്ടേഴ്സിൻ്റെ ചാനൽ അതിലൊക്കെ ഇഷ്ടം പോലെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഏതെങ്കിലും അറിയുന്ന ഒരാൾ യൂസ് ചെയ്തിട്ട് അയാളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പം അത് എന്തായാലും ഉപകാരപ്പെടുമല്ലോ. കാരണം അത് എന്നെപ്പോലെ എനിക്കറിയുന്ന ഒരാൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 2 വർഷത്തോളമായി ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളാം കേട്ടോ. അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ യൂസേജ് ഞാൻ ഒരു ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ പീരീഡ്സ് ടൈമിൽ, ആ ഒരു ടൈമിൽ നമ്മൾ പാഡാണ് ഒട്ടുമിക്ക ആൾക്കാരും യൂസ് ചെയ്യാറുള്ളത്. പണ്ട് കാലം തൊട്ട് നമ്മൾ പാഡാണല്ലോ യൂസ് ചെയ്യാറ്. എന്നാൽ പാഡിന് പകരം അതിനേക്കാൾ കുറച്ചുകൂടെ നല്ല രീതിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് മെൻസ്ട്രൽ കപ്പ് കേട്ടോ. ഇതുപോലെ ഒരു സ്റ്റെമ്പ് ഇതിന് വരുന്നുണ്ട്. ഇത് സ്റ്റെമ്പ് ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ യൂസേജ്. നമ്മൾ മെൻസ്ട്രൽ ബ്ലഡ് കളക്ട് ചെയ്ത് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് നമുക്കിത് പറ്റും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാം. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കാണ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു വിശദീകരണം തരാം. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാട്ടോ. എനിക്കങ്ങനെ ആധികാരികമായിട്ട് പറയാനൊന്നും അറിയത്തില്ലെങ്കിലും എനിക്ക് അറിയാവുന്ന ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് കൂടി ഞാൻ ഷെയർ ചെയ്യാം. അതിൻ്റെ പിക്ചേഴ്സ് ഇത് ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നത് കേട്ടോ. അതായത് നമ്മളെ യൂട്രസ് ആണ് മേൽഭാഗത്ത് ഇരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് സെർവിക്സ് വരുന്നത്. സെർവിക്സിനും താഴെയായിട്ടാണ് നമ്മളെ വെജൈന വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെയാണ്, വെജൈനയുടെ ഭാഗത്താണ് നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. അതായത് നമ്മളെ യൂട്രസിൽ നിന്ന് വരുന്ന ബ്ലഡ് സെർവിക്സ് വഴി എത്തിയിട്ട് വെജൈനയിലേക്ക് എത്തുമ്പോൾ അത് നമ്മളെ കപ്പിലേക്ക് കളക്ട് ചെയ്യപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണത് എന്താ പറയുക യൂസ് ചെയ്യണമെന്ന് വിശദീകരിച്ച് ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ തന്നെ. അപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ ഇത് എന്ത് മെറ്റീരിയലാണ് ഇതിന് യൂസ് ചെയ്തതെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ സിലിക്കോൺ ആണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സിലിക്കോൺ ആണ്. നമുക്കിതിൻ്റെ സൈസ് ഓരോ പ്രായത്തിനനുസരിച്ചും ഓരോ ഡെലിവറിൻ്റെ ഇതിനൊക്കെ അനുസരിച്ച് നമുക്ക് നോക്കി മേടിക്കണം കേട്ടോ. നമ്മുടെ സൈസ് നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ട് വേണം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൈസൊക്കെ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറേ ഡോക്ടേഴ്സിൻ്റെ ചാനലിൽ തന്നെ ഇഷ്ടം പോലെ വിവരിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള സൈസ് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ഇതിപ്പം ഓൺലൈൻ ഷോപ്പിങ്ങിലായാലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ വാങ്ങിക്കാനായിട്ട്. ഞാൻ ഇത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ഞാൻ 2 വർഷം മുന്നേ ആണ് ഇത് മേടിച്ചിട്ടുണ്ടായത്. അപ്പം എല്ലാ സൈറ്റിലും നമുക്കിത് അവൈലബിൾ ആണെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും ഇതൊക്കെ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഒരു സാധനം വരുന്നതിന് മുന്നേ ഒക്കെ ആണെങ്കിൽ പാഡാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ആ ഒരു പീരീഡിൽ. അപ്പോൾ നമുക്കെന്താ അത് ഡിസ്പോസ് ചെയ്യാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടല്ലേ. കാരണം അത് ക്ലീൻ ചെയ്ത് വെച്ച് അത് കത്തിക്കുകയൊക്കെ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഈ ഒരു സാധനം യൂസ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ യൂസേജ് അറിയത്തില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിനുണ്ടല്ലോ ഒരാളും എന്താ പറയുക വേണ്ടാന്ന് വെക്കത്തില്ല. അങ്ങനെ ഒരു സംഭവമാണ് ഇത്. നമ്മുടെ എന്താ പറയുക വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ
ഇങ്ങനെ ഒരു സാധനം ഉള്ളിലുണ്ട് എന്നുള്ള ഒരു ഫീലിങ്സും ഉണ്ടാവത്തില്ല. കാരണം ഞാനിത് എന്താ അടുത്തടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ എല്ലാവരും ചിന്തിക്കുന്നത് പോലെ തന്നെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഇത് എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ലേ, അതെങ്ങാനും അവിടെ ട്രാപ്പായി പോവുക, അങ്ങനെയുള്ള ഒരുപാട് എന്തെങ്കിലും വേദന പെയിൻ ഉണ്ടാകുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിച്ചു കൂട്ടി ഞാനിത് എന്താ വാങ്ങിച്ചിട്ട് കുറേ നാളൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ ഇത് യൂസ് ചെയ്തപ്പോൾ ആണ് ഇതിൻ്റെ ഒരു അത്ഭുതം തന്നെ പറയാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. നമുക്ക് ഈ പീരീഡ്സിൻ്റെ ടൈമിൽ കുറേയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടല്ലേ, എന്താ പറയുക, കുറേ ഇറിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിധി വരെ ഇത് ഭയങ്കര ഒരു ആശ്വാസമാണെന്ന് ഞാൻ 100% ഉറപ്പ് തരാട്ടെ. കാരണം എനിക്ക് നല്ല ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. എന്താ പറയുക, പീരീഡ് ഇപ്പം ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് കുറഞ്ഞത്. അതിന് മുന്നേ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഛർദി, അതുപോലെ തന്നെ ഭയങ്കര വയറുവേദന കാരണം മരിക്കാൻ വരെ എനിക്ക് അത്രയും വലിയൊരവസ്ഥ. അത് എൻ്റെ ഫാമിലിക്ക് എന്നെ പേഴ്സണലി അറിയുന്നവർക്കൊക്കെ അറിയാം. എനിക്ക് അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പോൾ ശേഷമാണ് ഒന്ന് അതിൻ്റെ വേദനയൊക്കെ പോയി. എന്നാൽ ആ ഒരു ഇറിറ്റേഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു ഇറിറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ബെസ്റ്റാണ് കേട്ടോ. പേടൊക്കെ ആണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ലീക്ക് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഒന്നൊരു വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് പുറത്ത് പോകാൻ വേണ്ടി സ്റ്റെയിൻ ആവുമോ എന്നുള്ള പേടിയായിരിക്കും നമുക്ക്. ഈ ഒരു സംഭവമാണെങ്കിലല്ല ഒരു തരത്തിലും ഇത് ലീക്കേജിൻ്റെ പ്രശ്നം വരുന്നില്ല, കംഫർട്ടബിൾ ആണ്. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു കംഫർട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യാത്തവർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് ഓർഡർ ചെയ്യുക. നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ലീക്കേജും ഉണ്ടാവത്തില്ല. ഇനി അഥവാ ലീക്കേജോ എന്തെങ്കിലുമുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് തീർച്ചയായും സൈസിൻ്റെ ഇഷ്യൂ കൊണ്ട് മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സൈസ് നിങ്ങൾ മാറ്റി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിക്കൊന്ന് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഇത് മാത്രമല്ല, ഏതൊരു സാധനമായാലും നമ്മൾ പ്രൈവറ്റ് പാർട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇപ്പോൾ പാഡ് ആയാൽ കൂടി അത് എന്താ പറയുക, അത് ഓവറായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് കെയർഫുള്ളായിട്ട് നല്ല ഹൈജീനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഇത് ഫസ്റ്റ് ടൈം നമ്മളെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യില്ല. അതായത് നമ്മളിപ്പം പെട്ടിക്കകത്തുനിന്ന് ഇതുപോലെ എടുത്തിട്ട് ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഇതാക്കി നമ്മൾ യൂസ് ചെയ്യുക തിളച്ച വെള്ളത്തിലിട്ടിട്ട്. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് എന്നാണ് നമ്മളെ പീരീഡ്സ് എൻഡ് ചെയ്യുന്നത്, ആ ഒരു ദിവസം നമ്മളിത് തിരിച്ച് പെട്ടിക്കകത്ത് കയറ്റി വെക്കുമല്ലോ, ആ ഒരു സമയത്തും ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് വെക്കാനാണ് പറയുന്നത്. അതിനിടയ്ക്ക് നമ്മളിപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലഡ് കളക്ട് ചെയ്ത് വന്ന ബ്ലഡ് ഇതിനടുത്ത് നമ്മൾ വീണ്ടും നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ, അതായത് ഈ പീരീഡ്സിൻ്റെ ഇടയ്ക്കുള്ള ദിവസങ്ങൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് മറിച്ച് നോർമൽ വാഷ്, നല്ല രീതിക്കൊന്ന് നോർമൽ വാഷ് ചെയ്തിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഓരോരോ പ്രാവശ്യം സ്റ്റെറിലൈസ് ചെയ്യണം എന്നല്ല, ഇതെപ്പോഴാണോ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ച സാധനം യൂസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് സ്റ്റെറിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ എപ്പോഴാണോ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഇത് വെക്കുന്നത് അപ്പോഴും ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം നമുക്കിത് ബ്ലഡ് എടുത്ത് പുറത്തേക്ക് മറിച്ചിട്ട് നോർമൽ നല്ല രീതിക്കൊന്ന് വാഷ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കൂടെ തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ കൈകൾ നന്നായിട്ട് ഇതാക്കി വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ട് മാത്രം നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പാടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. എനിക്കിതുവരെ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല, കാരണം നന്നായിട്ട് അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്, അറിയാമായിരിക്കുമല്ലോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് കൂടെ പറഞ്ഞു തരാം. ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെ. ഇത് നല്ല സാധനമാണെന്ന് നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്. ഇന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ കൂടി അതുപോലെ തന്നെ ഇതിനെ ഭയന്ന് ഇതെങ്ങനെ ഇൻസേർട്ട് ചെയ്യും, അല്ലെങ്കിൽ പെയിൻ ഉണ്ടാവുക, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്, ഇതവിടെ ട്രാപ്പായി പോവുക, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട് കേട്ടോ. എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനും ഇത് വാങ്ങിച്ചിട്ട് കുറേ നാൾ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് പറയാൻ വേണ്ടി പറ്റുന്നത്. തീർച്ചയായും യൂസ് ചെയ്യണം. ഇത് നിങ്ങൾ ഒരു വട്ടം യൂസ് ചെയ്ത് നിങ്ങൾക്കത് കംഫർട്ട് ആയിക്കഴിഞ്ഞാൽ, ആദ്യത്തെ ഇതിലൊക്കെ ചെറുതായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമെങ്കിലും പിന്നെ നമ്മളത് ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ട് ആവും കേട്ടോ. അപ്പോൾ അതാണ് എല്ലാവരും യൂസ് ചെയ്യണം. അപ്പോൾ ഇനി ഇത് എങ്ങനെ ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഇതിൽ തന്നെ മെത്തേഡ് കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഇത് ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളത്. ഇതിൻ്റെ
ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇത് ഡിസ്ക്രിപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വായിച്ച് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇതാ കണ്ടില്ലേ, ഫസ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് സീ ഫോൾഡ് ആണ് കേട്ടോ. സീ ഫോൾഡ് എന്നുള്ളത് അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഞാനിവിടെ സൈഡിൽ പിക്ചർ സഹിതം കൊടുക്കാം, കാരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് വരത്തില്ല. അതിനുവേണ്ടി ഞാനിത് പിക്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കപ്പ് ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കപ്പിന് ഈ സ്റ്റെം ഉള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത്, ഇത് കുറച്ചും കൂടെ നമുക്ക് റിമൂവ് ചെയ്യുമ്പോൾ, അതായത് ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പം കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് നല്ലതാണ്. ഈ സ്റ്റെമ്മുള്ളത് നോക്കി വാങ്ങിക്കുക. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയ ചെറിയ ഹോൾസ് വരുന്നുണ്ട്, അതുള്ളത് തന്നെ മേടിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഈ സ്റ്റെം ഇല്ലാത്തതും ഉണ്ട് കേട്ടോ, അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇനി ഫസ്റ്റ് ടൈം ഞാൻ 2 രീതിക്കാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എന്താ പറയുക റിമൂവ് ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. അപ്പോൾ ഞാനത് കാണിക്കാം. ഇവിടെ ഇത് നമ്മുടെ ഇത് ഇങ്ങനെ മെൻസ്ട്രുവൽ കപ്പ് നോർമലി ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പം ഇത് ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുമ്പം ഇത് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കിയാണ് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് സി ഷേപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ സി ഷേപ്പ് കിട്ടിയല്ലോ. അപ്പോൾ ഇതാ നമുക്ക് ഇത് ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ? അപ്പോൾ നമ്മളിത് ഇനി എങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്കറിയണ്ടേ. അതായത് ഇത് നമ്മുടെ വെജൈന ഓപ്പണിംഗ് ആണെന്ന് വിചാരിക്കുക. അതിനുള്ളിലേക്ക് നമ്മളിങ്ങനെ വളരെ കാമായിട്ട് ഇരുന്നിട്ട് വേണം നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന സമയത്തൊന്ന് ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുക. അതിനുശേഷം വളരെ കാമായിട്ട് മാത്രം, നമ്മൾ ഭയങ്കര ധൃതി പിടിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഇൻസേർട്ട് ചെയ്യരുത്, നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഭയങ്കര എന്തായാലും ഉണ്ടാവും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ. എന്നാൽ നമ്മൾ അറിഞ്ഞു വെക്കാം, ഭയങ്കര കൂളാവാൻ വേണ്ടി പരമാവധി നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ പതിയെ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്നതിന് ശേഷം ഇത് വജൈന വഴി നമ്മളിങ്ങനെ കയറ്റുമ്പോൾ നമ്മൾ കണ്ടില്ല, ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്കിതാ ഇവിടെ ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ വരും കേട്ടോ. കണ്ടില്ലേ ഇത്? അപ്പോൾ അതിൽ നമ്മൾ മെൻസ്ട്രുവൽ ബ്ലഡ് ഈ ഒരു കപ്പിലേക്ക് ഫുള്ളായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഒട്ടും ലീക്കേജിൻ്റെ പ്രശ്നം നിങ്ങൾ പേടിക്കണ്ട, ലീക്ക് ആവത്തില്ല. സൈസ് കറക്റ്റ് ആണെങ്കിൽ ഒരു കാരണവശാലും ലീക്ക് വരത്തില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ഉള്ളിൽ പുറത്തേക്ക് എടുക്കുക എന്നുള്ളത്, ഒറ്റ വലിക്ക് ഇതിങ്ങനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. അപ്പോൾ എടുക്കുമ്പോഴായാലും നമ്മളൊന്ന് യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് ഒന്ന് ഇരിക്കുക. അതിനുശേഷം ഈ സ്റ്റെമ്മ്, ചില സമയത്ത് ഈ സ്റ്റെമ്മ് നമുക്ക് പുറത്തേക്ക് തന്നെ നിൽക്കണമെന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ഇരിക്കുന്ന സമയത്ത് അതൊന്ന് താഴ്ന്നു വരും, ചെറുതായിട്ടൊന്ന് താഴ്ന്നു വരും. നമ്മൾ ഒട്ടും പാനിക്കാവേണ്ടതില്ല കേട്ടോ. അത് എന്തായാലും നമുക്ക് എടുക്കാൻ വേണ്ടി കിട്ടും. അതങ്ങ് ഉള്ളിലേക്ക് കയറിപ്പോകും എന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട. ഒരു കാരണവശാലും കയറിപ്പോകത്തില്ല, നമുക്ക് ഡോക്ടേഴ്സ് ഉറപ്പ് തരുന്നുണ്ട്. അതങ്ങനെ തന്നെയാണ് ഇത്ര ഞാൻ 2 വർഷമായാലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു വട്ടം പോലും ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് എൻ്റെ വിചാരം ഈ ഒരു വാലുണ്ടല്ലോ, ഈ സ്റ്റെമ്മ് പുറത്തേക്ക് കാണുന്നുള്ളതാണ് ഞാൻ വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈം വെച്ചപ്പം ഓക്കെ, സ്റ്റെമ്മിന് പുറത്തേക്ക് തന്നെയാണുള്ളത്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചെക്ക് ചെയ്യാറുണ്ട്, കാരണം ഇതെങ്ങാനും ഉള്ളിൽ കയറി പോകുക, ആരൊക്കെ എന്താ കയറത്തില്ല, ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ആയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചെക്ക് ചെയ്യണേ. ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പേടിയാവും, ഒന്ന് കിടന്ന് കഴിഞ്ഞാൽ പേടിയാവുന്നു. കാരണം നമ്മൾ പൊസിഷൻ മാറിയിട്ട് നമ്മൾ കിടക്ക് ചെരിയോ അല്ലെങ്കിൽ ഇരിക്കോ അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇത് ദൈവം ഇത് ഉള്ളിൽ കയറി പോവുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പം കുറേ വട്ടം ഞാൻ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക ചോറ് തിന്ന സമയത്ത് ഒന്ന് അമർന്നിരുന്ന് ചോറ് തിന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് എന്തോ ഒരു ചെറുതായിട്ടൊരു ഇത് തോന്നി. ഉള്ളിൽ അങ്ങനെ ഒരു സാധനം വെച്ചതായിട്ടേ ഉള്ള ഫീലില്ല. നമുക്ക് ചോറിന് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ടോയ്ലറ്റിലേക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഭഗവാനെ ഈ ഒരു സാധനത്തിൻ്റെ ഒരു ഇതും കാണുന്നില്ല. കാരണം ഈ സാധനം പുറത്തേക്കൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ വിചാരിച്ചു എന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇത് ഉള്ളിൽ ട്രാപ്പായി എന്ന് പറഞ്ഞാൽ ട്രാപ്പായി എന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചത്. ഞാൻ വിചാരിച്ചത് ദൈവമേ ഇതിനിപ്പോൾ ആരോട് പറയാനാ, പിന്നെ ഹസ്ബൻഡാണെങ്കിലും ജോലി സ്ഥലത്തുമാണ്, ഇതിപ്പോൾ ആരോട് ഞാൻ പറയുന്നുള്ളതൊക്കെ ഉള്ളൊരു പേടിയിലായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് ഞാനൊന്ന് കാമായിട്ട് ക്ലോസറ്റിൽ ഇരുന്ന് ഡോക്ടേഴ്സൊക്കെ പറയുന്ന പോലെ തന്നെ അവരുടെ ചാനലൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കുറേ അധികം ഇത് കിട്ടും. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കിയപ്പം അവർ പറയുന്ന പോലെ ചെയ്തപ്പം വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ് കേട്ടോ.
അതായത് ഇത് ചിലപ്പോൾ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് യൂറോപ്യൻ ക്ലോസറ്റ് ഇരുന്നതിന് ശേഷം ഇത് ഒറ്റ വലിക്കരുത് ഞാൻ പറഞ്ഞു. അതായത് ഇത് ഇങ്ങനെയുള്ളതിനെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. അതായത് ഒറ്റ വലിക്ക് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉള്ളിൽ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കിയതിന് ശേഷം ഒന്നത് വളരെ പതിയായിട്ട് ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ്, എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ അതിൻ്റെയൊക്കെ പിക്ചർ ഇവിടെ സൈഡ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ വീണ്ടും നോർമൽ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം ഇതിൻ്റെ ഒരു ഭാഗത്തെ വായുഭാഗം നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ നല്ല രീതിക്കൊന്ന് താഴ്ത്തി കൊണ്ടുവന്നിട്ട് ഇതിനെ പരമാവധി ഒന്ന് ഇതുപോലെ ചുരുട്ടി വെക്കും. അപ്പോൾ കണ്ടില്ലേ, വളരെ ചെറുതായിട്ടുണ്ട്. നേരത്തെ കാണിച്ചതിനെ കാണി ഈസി ആയിട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാനെപ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതുപോലെ ഇൻസേർട്ട് ചെയ്യാം. എനിക്കിതാണ് കംഫർട്ടായിട്ടുള്ളത് കേട്ടോ. അതാ ഈസി ആയിട്ട് നമ്മളിത് ഇനി അഥവാ ഇത് നമുക്ക് എവിടെയെങ്കിലും ഫോൾഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഒന്ന് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന പോലെയുള്ള ഉണ്ടെങ്കിൽ നമ്മളൊന്നത് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ അത് ഉള്ളിൽ നിന്ന് ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്, മടങ്ങിയിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ ബ്ലഡ് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക ഫുള്ളായിട്ട്. ഇത് ചിലർക്ക് പറയുന്നവരുണ്ട് ടിക് നാട്ടൊരു ഒച്ചയൊക്കെ കേൾക്കുന്നത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ. എനിക്കിതുവരെ അതൊന്നും കേട്ടിട്ടുണ്ടായില്ല കേട്ടോ. എനിക്കറിയത്തില്ല, ചിലവർക്ക് ഉണ്ടാവുമായിരിക്കും. ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നതും കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറേ ആൾക്കാർ ചോദിച്ചു കേട്ടിട്ടുണ്ട് കോപ്പർ ടീ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോയെന്ന്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഡോക്ടേഴ്സിൻ്റെ ചാനൽ ആണ് ഞാൻ എടുത്ത് നോക്കാറുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരാളതല്ല, നമ്മൾ കുറേ ആൾക്കാരുടെ ചാനലൊക്കെ നമ്മൾ എടുത്ത് നോക്കുമല്ലോ ഇത്തരം കാര്യമൊക്കെ നമുക്ക് വരുമ്പം. അപ്പോൾ അവരുടെ കോപ്പർ ടീ ഇട്ടവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും പറയുന്നതില്ല. അങ്ങനെ നമ്മൾ ഇത് എടുക്കുമ്പോഴും ഒക്കെയുള്ള ആ ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം എന്നേ പറയുന്നുള്ളൂ. ഒറ്റ വിലയ്ക്ക് ഇത് എടുക്കരുത് എന്നുള്ളതാണ് അവർ പറയുന്നത് അതിൽ. അത് നമുക്ക് ഉള്ളിലുള്ള മസിൽസിനെയൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതാകുമെന്ന് പറയുന്നുണ്ട്, വലിയാൻ വേണ്ടി ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഉള്ള സംശയമാണ്, ഇത് കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമാണോ യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഇന്നും ഒരുപാട് ഗേൾസ് എന്താ പറയുക ഈ ഒരു ഡൗട്ടിൽ നിൽക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമല്ല, കല്യാണം കഴിക്കാത്തവർക്കും ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഞാനതിന് മുന്നേ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കത് പറയാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെയാണ് പറയുന്നത് ഈസി ആയിട്ട്. മീൻസ് എനിക്കറിയാം കല്യാണമൊന്നും കഴിയാത്ത ഗേൾസ് കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്ന പേഴ്സണലി ഉള്ളവരെ എനിക്കറിയാം കേട്ടോ. പേഴ്സണലായിട്ട് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇവർക്ക് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, നല്ല കാര്യമാണെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. കാരണം വേറൊന്നല്ല, ഭയങ്കര കംഫർട്ടാണ് ഗൈസ്. ഇത് ഭയങ്കര കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മളെ പാഡൊക്കെ ഉണ്ടല്ലോ, ദൈവമേ, ഇതൊക്കെ കുറേ കാലം മുന്നേ വന്നിട്ടുണ്ടെങ്കിലെന്ന് നമ്മളിത് ചിന്തിച്ചു പോകുന്ന ഒരു സാധനമാണെന്ന് തന്നെ പറയാം കേട്ടോ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ പിന്നെ എന്താണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ സെക്ഷലി ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. കാരണം ആ ഒരു പെയിൻഫുൾ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ഇതിൽ ഇനിയിപ്പോൾ കല്യാണം കഴിക്കാത്തവരാണെങ്കിലും ഫസ്റ്റ് ടൈമൊക്കെ ചെറിയ രീതിക്ക് എന്തായാലും കാണുമായിരിക്കും. അതുണ്ടാവുന്നില്ല എന്ന് പറയുന്നില്ല കേട്ടോ. സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് ഇത് ഈസി ഇൻസേർട്ട് ചെയ്യാം, കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. അത് മാത്രമാണ് അതിൽ ഉള്ളൊരു ഡിഫറെൻ്റ് ആയിട്ട് പറയാനുള്ളത് എനിക്ക്. പിന്നെ ഒരു ഡൗട്ടാണ്, ഇത് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ചിലർക്കുണ്ട്. എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം എന്താ പറയുക ആ ഒരു ടെൻഷനോട് കൂടിയാണ് ഇത് ഇൻസേർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. എന്തായാലും ഒരു ടെൻഷൻ, നമ്മൾ എത്ര കൂളായി കഴിഞ്ഞാലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. കാരണം ഇത് നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാണല്ലോ, അപ്പോൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും, ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ചിലത് ചെയ്യാൻ പറ്റാതെ വരത്തില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചതായിരിക്കണം. എനിക്ക് ആ ഒരു സമയത്ത് ഒറ്റ ടൈമിൽ മാത്രമേ ചെറിയതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല.
പിന്നെ ഭയങ്കര ഈസി ആയിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡായിട്ട് അനുഭവം ഉണ്ടെങ്കിൽ അത് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. കാരണം അത് എനിക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെന്ന്. എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല ബാക്ക് പെയിൻ ഉള്ളതായിട്ട്. ഇത് യൂസ് ചെയ്യുന്നതിലടക്കം എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. കാരണം എൻ്റെത് സിസേറിയൻ ആയിരുന്നു, നോർമൽ ഡെലിവറി അല്ല, സിസേറിയൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് വെക്കുന്ന അനസ്തേഷ്യ ഉണ്ടല്ലോ നട്ടലിന്, അപ്പോൾ അത് വെക്കുമ്പം എന്തായാലും അത് ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ അറിയായിരിക്കും. കുറേ സമയം നിൽക്കുമ്പോൾ ഒക്കെ നമുക്ക് ഓൾറെഡി ഒരു ബാക്ക് പെയിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതിൻ്റെ അല്ലാണ്ട് ഇത് വെച്ചതിനെ കൊണ്ട് എനിക്ക് ഇതിൻ്റെ കാരണത്താൽ ബാക്ക് പെയിൻ കൂടാനോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ആർക്കും ഉണ്ടെങ്കിൽ അതിവിടെ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഈ കല്യാണം കഴിയാത്ത ഗേൾസിനെ പോലെ തന്നെ നമ്മുടെ അമ്മമാർക്ക് അവരുടെ ആ ഒരു ഏജിലുള്ളവർക്കും ഇതേ ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു സാധനമൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പം അമ്മയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ വെക്കാൻ, ഇതിനെ കൊണ്ട് എന്ത് ഒരു എന്നുള്ള ആ ഒരു മൈൻഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്താ പറയുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ, അതായത് പീരീഡ്സൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മുടെ പാഡിനെക്കാളും സൂപ്പർ സാധനമാണ്. അതല്ല, നമുക്കിത് എന്താ പറയുക, പാഡ് യൂസ് ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല. കാരണം ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരണ്ടേ. അപ്പോഴേ ചിലപ്പോൾ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെക്കുറിച്ച് മറന്നു പോകും. പീരീഡൊക്കെ ആകുന്ന സമയത്ത് ഭയങ്കര വയറുവേദനയും കാര്യങ്ങളും ഇറിറ്റേഷനും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ഇറിറ്റേഷൻ, വയറുവേദന എനിക്ക് ഞാൻ പറഞ്ഞു ഡെലിവറിക്ക് മുന്നേ ആണ് എനിക്ക് നല്ല രീതിക്ക് വയറുവേദന. അതിനുശേഷം നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. എല്ലാ പീരീഡ് ടൈമിലും എനിക്ക് ഉണ്ടാവാറില്ല. എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊരു 1 മണിക്കൂർ ആ ഒരു സമയം മാത്രമേ നീണ്ടു നിൽക്കാറുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് എന്താ പറയുക, ഒരു ദിവസം ഫുള്ളായിട്ട് വയറുവേദന, അതിൻ്റെ കൂടെ തന്നെ ഛർദി ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇപ്പം വരുന്നത് ആ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഇറിറ്റേഷനും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അതല്ലേ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ആ ഒരു ഇറിറ്റേഷൻ മാറാൻ ഇത് ബെസ്റ്റാണെന്ന് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. എൻ്റെ പൊന്നു നിങ്ങ ആളൊരു സംഭവം തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനത്തിനാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഭയങ്കര സംഭവം, ഒന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണം അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ കറക്റ്റ് സൈസൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേണം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഏതെങ്കിലും നിങ്ങൾക്ക് ചേരാത്ത സൈസൊക്കെയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ കുറ്റം പറയാൻ വേണ്ടി വേറെ കറക്റ്റ് സൈസ് കണ്ടുപിടിക്കുക. കറക്റ്റ് സൈസ് കണ്ടുപിടിച്ചാൽ നമുക്കിത് ലീക്കേജിൻ്റെ കാര്യം ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നു. യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക കേട്ടോ. അതായത് ഞാൻ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇടുമ്പോൾ, എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ ഇടുമ്പം തീർച്ചയായും യൂസ്ഫുൾ ആവും. അപ്പം എന്താ പറയുക, എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. പുതിയൊരു വീഡിയോ മാറ്റി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.